ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ആധുനിക പഞ്ചാബിൻ്റെ ചരിത്രം നമ്മൾ അറിയണമെങ്കിൽ പത്താമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവായിരുന്ന ഗുരു ഗോവിന്ദ് സിംഗിന് എന്താണ് സംഭവിച്ചത് എന്നുകൂടെ അറിയേണ്ടതായുണ്ട്. പൈശാചികമെന്ന് പറയുന്ന വാക്കിനേക്കാളും അതിഭയാനകമായ കാര്യങ്ങളായിരുന്നു അന്ന് മുഗൾ ഭരണാധികാരികൾ പഞ്ചാബിൽ ചെയ്തിരുന്നത്. വർഷം 1704 അനന്ത്പൂർ സാഹിബിൽ മുഗൾ ഭരണാധികാരികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഗുരു ഗോവിന്ദ് സിംഗും കുടുംബവും വനത്തിലൂടെ രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ വനത്തിൽ വെച്ച് ഗുരു ഗോവിന്ദ് സിംഗും കുടുംബവും രണ്ട് ദിക്കുകളിലേക്കായി സഞ്ചരിക്കുവാനായി തീരുമാനിക്കുന്നു. ഇതേ തുടർന്ന് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മാതാവായിരുന്ന മാതാ ഗുജ്റിയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞു കുട്ടികളും മറ്റൊരു ദിശയിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി. ഈ യാത്രാമധ്യേ സിർഹിന്ദിൻ്റെ മുഗൾ ഗവർണറായിരുന്ന വസീർ ഖാൻ ചതിപ്രയോഗത്തിലൂടെ ഗോവിന്ദ് സിംഗിൻ്റെ മാതാവിനെയും രണ്ട് കുട്ടികളെയും തടവിലാക്കുകയും ചെയ്യുന്നു. അന്ന് ഗോവിന്ദ് സിംഗിൻ്റെ മൂത്ത മകനായ സഹിബ്സാദ സൊർവാർ സിംഗിൻ്റെ പ്രായം വെറും 9 വയസ്സും ഇളയ മകനായ സഹിബ്സാദ ഫത്തേ സിംഗിൻ്റെ പ്രായം വെറും 6 വയസ്സും മാത്രമായിരുന്നു. അങ്ങനെ തടവിലായ ഈ രണ്ട് കുട്ടികളോടും മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുവാനായി വസീം ഖാൻ ശ്രമിച്ചുവെങ്കിലും അതിനായി പണവും സമ്പത്തും മറ്റെല്ലാം വാഗ്ദാനം ചെയ്തുവെങ്കിലും സിഖ് മതം ഉപേക്ഷിക്കുവാനായി കുട്ടികളന്ന് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് വിവരിക്കുവാൻ പോലും സാധിക്കാത്ത അത്രയും ക്രൂരമായി ഈ രണ്ട് കുട്ടികളെ വസീർ ഖാൻ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ മരണമടയുന്ന ഈ വാർത്ത കേൾക്കുന്ന ഗോവിന്ദ് സിംഗിൻ്റെ മാതാവും അവിടെ തന്നെ തൽക്ഷണം മരണപ്പെടുന്നു. അങ്ങനെ പിന്നെയും 3 വർഷങ്ങൾ കടന്നു പോവുകയും അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബ് മരണമടയുകയും ചെയ്തു. ഔറംഗസീബ് മരണമടയുന്നതോടുകൂടി എന്നാൽ ആരാകണം അടുത്ത ഭരണാധികാരി എന്ന തർക്കവും രൂപം കൊണ്ടുവന്നു. അതിനെ തുടർന്ന് ഔറംഗസീബിൻ്റെ പ്രിയപ്പെട്ട പുത്രനായിരുന്ന പ്രിൻസ് അസാം ഷായും ഇളയ മകനായ കാം ബക്ഷും ഏറ്റവും മൂത്ത മകനായ പ്രിൻസ് മോസം എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ ഒന്നാമനും പരസ്പരം യുദ്ധം ചെയ്യുവാനായി ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ഗുരു ഗോവിന്ദ് സിംഗ് വസീം ഖാനെ തനിക്ക് വിട്ടു നൽകുമെന്നുള്ള ഉറപ്പിനെ തുടർന്ന് ബഹദൂർ ഷായുടെ പക്ഷം ചേരുകയും ചെയ്തു. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോവുകയും തൻ്റെ 2 സഹോദരന്മാരെയും കൊല ചെയ്തതിന് ശേഷം ബഹദൂർ ഷാ ഒന്നാമൻ മുഗൾ ഭരണാധികാരിയായി അധികാരത്തിൽ ഏൽക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം ജയിച്ച ശേഷം ഗുരു ഗോവിന്ദ് സിംഗ് തൻ്റെ മക്കളെ വധിച്ച വസീം ഷായെ തേടിയുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ ഈ യാത്ര തൻ്റെ അനുയായികളുമായി മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയുടെ സമീപമുള്ള നന്ദതിലെത്തുകയും പുതിയ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷായുടെ വാക്കും വിശ്വസിച്ച് താൽക്കാലികമായി അവിടെ തുടർന്നു പോന്നുവെങ്കിലും ബഹദൂർ ഷായുടെ സൈന്യം അവിടെ എത്തിച്ചേർന്നില്ല. അങ്ങനെ 1708 സെപ്റ്റംബർ 20 രാത്രി വിശ്രമിക്കുകയായിരുന്ന ഗുരു ഗോവിന്ദ് സിംഗിനെ വസീം ഖാൻ അയച്ച 2 പത്താന്മാർ പുറകിൽ നിന്നും കുത്തി വീഴ്ത്തുകയുണ്ടായി. എന്നാൽ അപ്പോൾ തന്നെ ഗോവിന്ദ് സിംഗ് അവരെ തിരിച്ചാക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. ശേഷം ഒരു യൂറോപ്യൻ ഡോക്ടറായ ഡോക്ടർ കോളയുടെ അടുത്ത് ചികിത്സ തേടിയെങ്കിലും ശേഷം അണുബാധ മൂലം അദ്ദേഹം മരണമടയുകയായിരുന്നു. അദ്ദേഹം മരണമടയുന്ന സമയം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മനുഷ്യന്മാരായ ഒരു സിഖ് ഗുരുവും ഇനി ഉണ്ടാകില്ല എന്നും ഗുരു ഗ്രന്ഥ് സാഹിബിനെ ഇറ്റേണൽ ഗുരുവായി അംഗീകരിക്കണമെന്നും. അങ്ങനെ ഗുരു മരിച്ച 2 വർഷങ്ങൾ കഴിയുമ്പോൾ ഗുരുവിൻ്റെ ശിഷ്യനായ ബൻസിംഗ് ബഹദൂർ വസീം ഖാൻ്റെ കോട്ടയായ സിർഹിന്ദ് ആക്രമിക്കുകയും അവിടെ വെച്ച് തന്നെ വസീർ ഖാനെ വധിക്കുകയും ഗുരുവിൻ്റെ പ്രതികാരം വീട്ടുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്ന് പഞ്ചാബിൽ സിഖ് ഭരണമുള്ള ചില ഭാഗങ്ങൾ ആരംഭിച്ചു. ശേഷം 1717 ബൻസിംഗ് ബഹദൂറിനെ ചതിയിലൂടെ മുഗൾ ഭരണാധികാരികൾ കീഴ്പ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെയും 700 പടയാളികളെയും ആ ഒരു ചരിത്രം ഒരു മനുഷ്യനെന്ന നിലയിൽ അതെനിക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം അത്രയും ബ്രൂട്ടാലിറ്റി ഒരു കുഞ്ഞു കുട്ടിയോടും അതുപോലെ തന്നെ ആ പട്ടാളക്കാരോടും ചെയ്തത് ഒരു എനിക്കെന്നല്ല, അത്യാവശ്യം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും പറയാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ അതാണ്. കാരണം ഈ ഒരു ഹിസ്റ്ററി ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഇവിടം വരെയുള്ള ചരിത്രം പറയാൻ നമുക്ക് ബാക്കി മോഡേൺ ഇന്ത്യൻ സ്പെക്ട്രത്തിൻ്റെ
ഹിസ്റ്ററിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു കഥ പറഞ്ഞത്. ബിക്കോസ് അത്രയും ക്രൂരമായിട്ടുള്ള, അത്രയും പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കുട്ടിയോടൊക്കെ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇവിടം കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം നിർത്തുകയാണ്. ഓക്കെ, നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ നമുക്ക് മോഡേൺ ഇന്ത്യ സ്പെക്ട്രത്തിൻ്റെ ബാക്കി പോർഷൻസിലേക്ക് പോകാം.